എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ആറിന്റെ ഇരു കരകളിലും നിൽക്കുന്ന ചെടികൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. മഴക്കാലത്ത് ആറിന്റെ ഇരു കരകളും നിറഞ്ഞ് ഒഴുകും. ഈ ഒഴുക്കിന് അനുസരിച്ച് എല്ലാ ചെടികളും തല കുനിച്ച് നിന്നുകൊടുക്കും. വെള്ളം ചെടികളുടെ പുറത്തുകൂടെ അങ്ങ് ഒഴുകും. മഴ കുറഞ്ഞ് ഒഴുക്കും വെള്ളവും കുറയുമ്പോൾ തല കുനിച്ചു നിന്ന ചെടികളെല്ലാം നിവർന്നു നിൽക്കും. ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെ നേരിടേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും എന്ന് തോന്നിപ്പിക്കത്തക്കവണ്ണം ശക്തമായ ഒഴുക്കോടെ കടന്നു വരുന്ന ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ തല കുനിച്ചു കൊടുക്കേണ്ടി വന്നേക്കാം. അങ്ങനെ തല കുനിച്ചു കൊടുക്കുന്നത് ഒരിക്കലും പരാജയമല്ല, അതൊരിക്കലും തകർച്ചയല്ല. അത് ഒരു മടങ്ങി വരവിനുള്ള തയ്യാറെടുപ്പാണ്. യേശു ക്രൂശിൽ മരിക്കുമ്പോൾ അന്നത്തെ സമൂഹം ചിന്തിച്ചു, ഇതോടെ എല്ലാം അവസാനിച്ചു. എന്നാൽ അവസാനിച്ചു എന്ന് ചിന്തിച്ച സമൂഹത്തിന്റെ മുന്നിൽ യേശു ഉയർത്തെഴുന്നേറ്റു. നിന്റെ ജീവിതത്തിൽ തല കുനിയപ്പെട്ട അവസ്ഥയാണോ? ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. ഞാൻ തല കുനിക്കേണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടരുത്, സങ്കടപ്പെടരുത്, പ്രയാസപ്പെടരുത്. എവിടെയാണോ നീ തല കുനിക്കേണ്ടി വന്നത് അവിടെ തന്നെ നിന്നെ തല ഉയർത്തി നിൽക്കാൻ കരുത്തും ശക്തിയും നൽകുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.